ജിൻഡോ നല്ല കുറച്ച് കുഴപ്പമില്ല. ജിൻഡോ സ്മാർട്ടാണ്. ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ പരിപാടിയാണ്. മോഹൻലാൽ വിട്ടുപോകണം, എനിക്ക് അതാണ് പറയാനുള്ളത്. ഇപ്പാറിലുള്ള ബിഗ് ബോസ് കാണലില്ല. ബിഗ് ബോസിൽ എന്താണ് നമ്മൾ സമയത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധനം. അതിലൊരു കാര്യം അറിയാം, അതിൽ കുറെ ഊളകൾ ഉണ്ടെന്ന് അറിയാം. ചേട്ടൻ ബിഗ് ബോസ് കാണുന്നുണ്ടോ? ഒട്ടും കാണില്ല. ഇല്ല ഒട്ടും കാണാം. നമ്മൾ ശരിക്കും സമയം കിട്ടിയ എന്തെങ്കിലും പടം കാണാനൊക്കെ നോക്കുള്ളൂ. ബിഗ് ബോസ് കാണാൻ പടം കാണാൻ പോലും സമയം കിട്ടില്ല. ബിഗ് ബോസിൽ എന്താണ് ഒന്നുമില്ല. എന്താ നമ്മൾ സമയത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധനം ഉണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഞാനാണ് പറയണ്ടേ? ചേട്ടൻ പറയാ. ഉണ്ടോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാനല്ലല്ലോ പറയണ്ടേ, ചേട്ടൻ പറയാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് എന്റെ ഒപ്പീനിയൻ. എനിക്കിത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റും. തോന്നുന്നുണ്ടല്ലേ? എന്റെ അഭിപ്രായം. നമ്മുടെ ഇച്ചിരി സമയം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാധനം അതിലുണ്ടോ? ഒരിക്കലില്ല. താങ്ക് യു. ബിഗ് ബോസിലെ ടോപ്പ് 5 എത്താറില്ലായിരിക്കും. ബിഗ് ബോസ് കാണലില്ല. കള്ളം പറയരുത്. പറയ്. എന്നാലും കണ്ടൊരു പരിചയം. അതില് പറ, ആരൊക്കെ ആയിരിക്കും? ചെക്കൻ്റെ പേരെന്താ? ഒരു നല്ല ഭംഗിയുള്ള ചെക്കൻ. അർജുനാണോ? അർജുൻ. വേറെ ഒരു എന്തൊക്കെയാ ക്രഷോ ലൈനോ എന്തോ ഇല്ലേ? ജാസ്മിൻ. ജാസ്മിൻ. ബിഗ് ബോസിലെ ആരായിരിക്കും ടോപ്പ് 5 എത്തുന്ന 5 ആൾക്കാർ? എല്ലാം അനക്കാര്യം അറിഞ്ഞൊന്നും കൂടെ ഇല്ലേ? എന്നാലും ഒരു ഊഹത്തിന്. എല്ലാം അറിയാണ്ട് ഞാൻ എന്താ പറയാനാ. ഇപ്പാറിലുള്ള ഇപ്പം ഷിജു ഉണ്ട്, പിന്നെ ജിൻഡോ ഉണ്ട്, ശ്രീതു ഉണ്ട്. ഷിജു ആയിരിക്കും വിചാരിക്കുന്നു. ഷിജു. അതിലൊരു കാര്യം അറിയാം, അതിൽ കുറെ ഊളകൾ ഉണ്ടെന്ന് അറിയാം. ഊളകൾ. പിന്നെ അതറിയാം, ഒരു ഊള പരിപാടിയാണ് അറിയാം. പിന്നെ ഏഷ്യാനെറ്റിന് നിലയും വിലയും കളയുന്ന ഒരു പരിപാടിയാണ് അത്. അതും അറിയാം. വേറൊന്നും അറിയാം. നിലവിൽ കാണാറുണ്ടോ? അതിന്റെ ട്രോളുകൾ കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒക്കെ കാണാറുണ്ട് എന്നല്ലാണ്ട് വേറൊന്നും അറിയാം. എന്നാലും ടോപ്പ് 5 ആരെല്ലായിരിക്കും എന്ന് ഒരു ധാരണ? അതിലാരും എവിടെയും എത്തരുത് എന്ന് ആഗ്രഹിക്കുന്നതാണ്. എവിടെ എത്തരുത്, കാരണം അങ്ങനത്തെ ഒരു പരിപാടി തന്നെ പൂർവ്വ പരിപാടിയാണ്. അതായത് ടോപ്പ് 5 എത്തുന്ന ഒരാൾക്കാർ ഒരു ധാരണ ഉണ്ടാവത്തില്ലേ? അർജുൻ, ജിൻഡോ, പിന്നെ സിജോ, ജാസ്മിൻ, ഒരാളും കൂടെ നോറ. ഓക്കെ, താങ്ക് യു. ബിഗ് ബോസ് കാണലുണ്ടോ? ഒട്ടും. ബിഗ് ബോസ് കാണലുണ്ടോ? ഇല്ല, തീരെ കാണില്ല. ഒട്ടും കാണില്ല. എന്താ കാണാത്തെ? ഇഷ്ടമല്ല. കാരണം കാണാൻ താല്പര്യമില്ല. ചേട്ടനോ? താല്പര്യമില്ല. ബിഗ് ബോസ് കാണലുണ്ടോ ചേട്ടൻ? കാണാറില്ല. ബിഗ് ബോസ് കാണാറുണ്ടോ? ഉണ്ട്. അപ്പോ അതില് ടോപ്പ് 5 ആരൊക്കെ വരാന്നൊരു ഊഹം ഉണ്ടാവില്ലേ? ജിൻഡോ ആയിരിക്കും വിന്നർ എന്നാണോ? എന്നാലും ടോപ്പ് 5 എത്താറില്ലായിരിക്കും. ആ 5 പേര്. അഭിഷേക്, ജിൻഡോ ഇത്ര അറിയുള്ളൂ. ഇവര് ബിഗ് ബോസിലെ ടോപ്പ് 5 ആരൊക്കെ? ബിഗ് ബോസിനെ പറ്റിയുള്ള അഭിപ്രായം. ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ പരിപാടിയാണ്. മോഹൻലാലിൻ്റെ വില കളയാൻ വേണ്ടിയിട്ടുണ്ടായ ഒരു പരിപാടിയാണ്. മോഹൻലാൽ ബിഗ് ബോസ് ഉപേക്ഷിച്ച് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇരിക്കുന്നതോറും ബിഗ് ബോസിൽ മോഹൻലാൽ നിൽക്കുന്നതോറും മോഹൻലാലിൻ്റെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് മങ്ങിക്കൊണ്ടിരിക്കും. ബിഗ് ബോസിൽ നിന്ന് മോഹൻലാൽ പോകണം. പിന്നെ ബിഗ് ബോസ് ഒരുവിധ ആൾക്കാരും കാണാറില്ല. ഈ ഫേസ്ബുക്കിലാണ് ചെറിയ കുറേ പോർഷൻസ് മാത്രം കണ്ടിട്ടാണ് ആൾക്കാർ പറയുന്നത്. ഞാനും കണ്ടിട്ടില്ല. ശ്രീതു ഉണ്ട്, ജിൻഡോ ഉണ്ട്, അഭിഷേക് ഉണ്ട്. ജിൻഡോ മസിലിനെ ജിൻഡോ പാവമാണ്. ജിൻഡോ എളിമയൊക്കെ ഉള്ള ആളാണ്. ജിൻഡോ ജയിക്കും. ജിൻഡോ ജയിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ ഈ മോഹൻലാൽ വിട്ടുപോകണം, എനിക്ക് അതാണ് പറയാനുള്ളത്. മോഹൻലാലിന് മാച്ചായിട്ടുള്ള പരിപാടിയില്ല. പുള്ളി ആൾറെഡി എക്സ്പയർഡായി, ഫീൽഡ് ഔട്ടായി. അതോടുകൂടി നിർത്തണം. കണ്ടത് മറ്റേ റോബിൻ്റെ ആ ഒരു ടൈമിന്. ഡോക്ടർ റോബിൻ. അതൊരു നല്ല പ്ലെയറും നല്ല ഇതായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ആ ബിഗ് ബോസ് കാണാൻ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇപ്പൊ കാണാത്ത വെറും ബിഗ് ബോസ് എന്ന് പറയാൻ പറ്റുമോ? ഒരു വൃത്തിയായിട്ടൊരു ആൾക്കാരെല്ലാം നമ്മുടെ മക്കളെയും കൊണ്ടിരുന്ന് കാണാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മളിപ്പോൾ പബ്ലിക്കിരുന്ന് കാണുന്ന പോലെ അല്ലല്ലോ. അവർക്കൊരു എന്താ പറയുന്നത്, എല്ലാത്തിനും വേണ്ടിയുള്ളൊരു സ്ഥലമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. മനസ്സിലായോ? സാധാരണ ഒരു പ്രോഗ്രാമിൽ കാണിക്കേണ്ട മര്യാദകൾ അതിനകത്തില്ല. വെറും വൃത്തികെട്ടവരായിട്ട് എല്ലാ കഴിഞ്ഞ സീസൺ പോയ പയ്യനൊക്കെ എന്ത് തരത്തിലാണ് നമ്മുടെ നാട്ടിലെ പിള്ളേരെ നമ്മൾ പുച്ഛിക്കുന്നത്. നാട്ടിലെ പിള്ളേരാണ് മോശമെന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു വേദിയിൽ വന്നിട്ട് അവരത്രയും വൃത്തികേട് കാണിക്കാന്ന് പറഞ്ഞാൽ
അത് മോശമല്ലേ? പബ്ലിക് എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിലായാലും കേരളത്തിലായാലും ഇന്ത്യക്ക് വെളിയിലായുള്ള ജനങ്ങൾ കാണുന്ന ഒരു പ്രോഗ്രാം അല്ലേ? ആ പ്രോഗ്രാമിൻ്റെ മാന്യത പോലും വിട്ടിട്ട് ഒരു പിന്നെ പബ്ലിക് പ്ലേസിൽ കാണിക്കുന്നതിനേക്കാൾ മോശമായിട്ട് അതിൻ്റെ ഉള്ളിൽ ബിഹേവ് ചെയ്യണം. അതിൽ ടോപ്പ് 5 ആരെങ്കിലും എത്തുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? എത്തുന്നത് എന്താ? ജിൻഡോ ആയിരിക്കും വിന്നർ. ജിൻഡോ നല്ല കുറച്ച് കുഴപ്പമില്ല, ജിൻഡോ സ്മാർട്ടാണ്. ബാക്കി ലേഡീസിനെ ഒന്നും പറയണ്ട. ലേഡീസ് അവരുടെ ആ വ്യക്തിത്വം കൂടെ നശിപ്പിക്കുന്ന ലേഡീസാണ് അതിനകത്തുള്ളത്. അതിനകത്ത് പോയ മറ്റേ ജാസ്മിൻ, വൃത്തികെട്ട പെണ്ണ്, എന്ത് പറയാനാണ്? ഒരു നമ്മൾ ഈ നിരത്തിലൊക്കെ ഓരോ പെൺപിള്ളേർ കാണിക്കുമ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഇവരെന്താ ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മോശമായിട്ട് പെരുമാറുമ്പം കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്നത് അവർക്കൊരു പേടിയില്ല. പിന്നെ സാധാരണ പെൺകുട്ടികളെ കുറിച്ച് പറയണം. കുഞ്ഞു കുട്ടികളിരുന്ന് ഈ വെക്കേഷൻ കാലത്ത് എത്രയോ കുട്ടികളിരുന്ന് ഈ പ്രോഗ്രാം കാണുന്നത്. ഓർക്കുന്ന ഇങ്ങനത്തെ ഒരു സ്ഥലം, അതും ഇത്രയും വലിയ പ്രമുഖനായൊരു വ്യക്തി മുന്നിൽ നിൽക്കുന്ന മോഹൻലാൽ എന്ന വലിയ മഹാനടൻ നയിക്കുന്ന ഒരു പ്രോഗ്രാമിൽ ആ വ്യക്തിക്ക് പോലും റെസ്പെക്റ്റ് കൊടുക്കാതെയാണ് ഇവർ ഈ പരിപാടി കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബിഗ് ബോസ് നിർത്തിക്കളഞ്ഞു, കാണുന്നില്ല. ഞങ്ങൾ ബിഗ് ബോസ് കണ്ട് വേണ്ടാന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ TV കംപ്ലൈൻ്റ് ആയി. പിന്നെ ആ TV പോലും നന്നാക്കണമെന്ന് ഞങ്ങൾക്കില്ല.